തിരുവനന്തപുരം യാത്ര ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്ന് നിൽക്കുമ്പോൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നാച്ചുറൽ ബ്യൂട്ടി കൊണ്ട് ഭംഗിയേറിയ കടൽ തീരമാണ് പോകുന്ന വഴിക്കെങ്കിലും വൃത്തിയിൽ അത്ര പോരാ. ടൂറിസ്റ്റുകൾ അധികം ഇവിടേക്ക് വരാത്തത് കൊണ്ടാവണം നല്ല മെയിൻ്റനൻസ് ഇല്ലാത്തത്. എന്തായാലും അധികം താമസിക്കാതെ ഈ സ്ഥലമൊക്കെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലാകാനാണ് സാധ്യത. കാരണം എന്താണെന്നല്ലേ? ആ കാരണം ഈ വന്നിരിക്കുന്ന തുറമുഖം തന്നെയാണ്. പോയി അടുക്കുന്ന സ്ഥലത്ത് ഭംഗിയേറിയ 2 മോസ്കുകൾ കാണാം. മുഹ്യിദ്ദീൻ ജുമാ മസ്ജിദും വിഴിഞ്ഞം പാറയിൽ പള്ളിയുമാണ് എന്നാണ് ഗൂഗിൾ മാപ്പിന്റെ ഭാഷ്യം. നേരെ ചെന്ന് റോഡ് അവസാനിക്കുന്നിടത്ത് ഒരു സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേലിയൊക്കെ തീർത്തിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തുറമുഖ വകുപ്പ് എന്നൊക്കെ എഴുതിയ ഒരു ബോർഡ്. അതിനകത്തിരിക്കുന്ന ഒരു കുറ്റി കണ്ടിട്ട് തീരത്തടുക്കുന്ന ഷിപ്പിനെ തളയ്ക്കാനുള്ളതാണെന്ന് തോന്നുന്നു. പാറക്കുന്നിന് മുകളിലാണ് ഇതുള്ളത്. പാറകളിൽ ചിലയിടത്ത് വേസ്റ്റ് കിടപ്പുണ്ടെങ്കിലും താഴത്തെ കാഴ്ച വളരെ ഭംഗിയേറിയതാണ്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പാറക്കൂട്ടങ്ങളുടെ തലപ്പിലേക്ക് അടിച്ചു തെറിച്ച് പറഞ്ഞു കയറുന്ന തിരമാലക്കൂട്ടം, നീല നിറത്തിൽ മുങ്ങി നിൽക്കുന്ന കടൽ, ആ നീലക്കടലിൽ കൂടെ പാഞ്ഞു പറക്കുന്ന ടൂറിസ്റ്റ് സ്പീഡ് ബോട്ടുകൾ, ആകാശത്തിൽ കൂടി പാറി പറക്കുന്ന പക്ഷികൾ, അസ്തമയത്തിനായി പടിഞ്ഞാറൻ ദിക്കിലേക്ക് പായുന്ന സൂര്യൻ, അസ്തമയ സൂര്യന്റെ കിരണശോഭയിലൂടെ തുറമുഖത്തോട് അടുക്കുന്ന കൂറ്റൻ കപ്പൽ കൂട്ടങ്ങൾ, തുറമുഖത്തിന്റെ തീരങ്ങൾ സംരക്ഷിക്കാൻ നിരത്തിയിരിക്കുന്ന കൂറ്റൻ പുലിമുട്ടുകളുടെ കൂട്ടം, തുറമുഖത്തിനകത്ത് കണ്ടെയ്നറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കൂറ്റൻ ക്രെയിനുകൾ. ആ ക്രെയിനിന്റെ വലിപ്പം എന്താണെന്നൊക്കെ തുടർന്ന് വരുമ്പോൾ വീഡിയോയിൽ കാണാം. സാറേ അവിടെ കയറാൻ പറ്റുമോ? പറ്റത്തില്ല സാറേ, അകത്ത് കയറാൻ പറ്റുമോ? അകത്ത് പെർമിഷൻ ഇല്ല. എന്തായാലും സമാധാനമായി. നമുക്കിനി ഈ പോർട്ടിന്റെ ഇപ്പുറത്തുകൂടി പോയി ഇതുവഴിയുള്ള ദൃശ്യം ഒന്ന് കാണാം. അവിടെ ഒരു ചേട്ടൻ ചൂണ്ടയിട്ടുകൊണ്ടിരിപ്പുണ്ട്. ഇച്ചിരി റിസ്ക് ഉള്ള ഏരിയയാണ്. പാറയുടെ പുറത്തുകൂടെ ഇതുപോലെ പോകണം. ആ മതിലിന് ഇപ്പുറം കോസ്റ്റ് ഗാർഡിന്റെ പെട്രോളിംഗ് ബോട്ടുകൾ കിടപ്പുണ്ട്. ആ കാണുന്ന ഭാഗം വിഴിഞ്ഞം ഹാർബറും ഫിഷ് മാർക്കറ്റും ഒക്കെയാണ്. അതിനപ്പുറം സാധാരണക്കാരായ അനേകം മീൻപിടുത്തക്കാരുടെ ചെറിയ വീടുകളാണ്. കേട്ടറിഞ്ഞതനുസരിച്ച് അതിനിടയ്ക്ക് കാണുന്ന വലിയ അപ്പാർട്ട്മെന്റുകൾ സുനാമിക്ക് വീടുകൾ നഷ്ടപ്പെട്ടവർക്കുള്ളതാണ്. നമ്മളാ നിൽക്കുന്ന പാറകൾക്ക് താഴെ കാണുന്ന വെള്ളത്തിന്റെ കാഴ്ചയാണിത്. നിറയെ മീൻ കുഞ്ഞുങ്ങൾ തള്ളമീനൊപ്പം നീന്തി നടക്കുവാണ്. നല്ല ഭംഗിയുള്ള കാഴ്ച. എല്ലാവരും ഒരേ താളത്തിലും ഒരേ ദിശയിലുമാണ് സഞ്ചരിക്കുന്നത്. ആഹാ, അതിന്റെ ടൈമിംഗ് കണ്ടില്ലേ? അതങ്ങോട്ട് കഴിഞ്ഞപ്പോ ദാ കിടക്കുന്നു പഫർ ഫിഷ്. ബലൂൺ പോലെ വീർക്കുന്ന ആ മീനെ കണ്ടാൽ വല്ലാതെ തോന്നും. ഇത് വിഷാംശമുള്ള മീനാണ് എന്നാണ് കേട്ടത്. ഇത് പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു. നമുക്കെന്തായാലും ആദ്യമായാണ് ജീവിതത്തിൽ നേരിട്ട് പഫർ ഫിഷിനെ കാണുന്നത്. നമുക്കെന്തായാലും പോർട്ടിന്റെ കാര്യത്തിലേക്ക് തിരികെ വരാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ചൈനയിൽ നിന്നും കുറച്ച് കപ്പലുകൾ പടുകൂറ്റൻ ക്രെയിനുകൾ കൊണ്ടുവരുന്ന കാഴ്ച വലിയ വാർത്തയായിരുന്നു. അമ്പോ അതിന്റെ വലിപ്പം! അന്ന് ആ കപ്പലുകൾ കൊണ്ടുവന്ന ക്രെയിനുകളാണ് ആ ദൂരെ കാണുന്നത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖം കേരള സർക്കാർ ഏറ്റെടുത്ത ഒരു വലിയ പദ്ധതിയാണ്. മൾട്ടിപർപ്പസ് ബ്രേക്ക് ബൾക്ക് കാർഗോ എന്നിവയ്ക്ക് പുറമെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റും നിറവേറ്റുന്നതിനാണ് ഇത് പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡിസൈൻ, ബിൽഡ്, ഫിനാൻസ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ DBFOT അടിസ്ഥാനത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത ഘടകവുമായി ഭൂപ്രഭു മാതൃകയിലാണ് തുറമുഖം നിലവിൽ വികസിപ്പിക്കുന്നത്. സ്വകാര്യ പങ്കാളിയായ കൺസഷനെയർ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 2015 ഡിസംബർ 5 നിർമ്മാണം ആരംഭിച്ചു. ഈ കൺസഷനെയർ എന്ന വാക്കിന്റെ നിർവചനം ഇങ്ങനെയാണ്: ഒരു ഉൽപ്പന്നം വിൽക്കാനോ ബിസിനസ് നടത്താനോ അവകാശമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനി, പ്രത്യേകിച്ച് മറ്റൊരു ബിസിനസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടത്തിൽ. എങ്ങനെയുണ്ട്? വാവ്, അടിപൊളി! പെട്ടി കൊണ്ടുപോയാലെന്താ, താക്കോല് നമ്മുടെ കയ്യിലാണല്ലോ. യൂറോപ്പ്, പേർഷ്യൻ ഗൾഫ്, ഫാർ ഈസ്റ്റ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ പോർട്ടിന്റെ സ്ഥാനം. വൻകിട രാജ്യങ്ങൾ പോലും സമുദ്രമാർഗമുള്ള വ്യാപാര ബന്ധങ്ങൾക്ക് പുതിയ തലങ്ങൾ കണ്ടെത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് ഈ പോർട്ട് ഉപകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.
കണ്ടെയ്നർ ഷിപ്പുകളുടെ കപ്പാസിറ്റി TEU എന്ന യൂണിറ്റിലാണ് പറയുക. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഒരാഴ്ച മുമ്പ് ചൈന നിർമ്മിച്ചിറക്കിയത് 24,000 TEU കപ്പാസിറ്റിയിലാണ്. നമ്മുടെ ഈ പോർട്ടിന് ആ റെക്കോർഡ് ഇല്ലെങ്കിലും 18,000 TEU കപ്പാസിറ്റിയിലുള്ള കപ്പലുകൾക്ക് വരെ ഇതുവഴി ബിസിനസ്സുകൾ നടത്താനാകും വിധം 800 മീറ്റർ നീളമുള്ള കണ്ടെയ്നർ ബെർത്ത് ഇവിടെയുണ്ട്. ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന നിലയിൽ കൊളംബോ വഴി റൂട്ട് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ വലിയ കപ്പലുകൾ ഇന്ത്യൻ പ്രാദേശിക ഉത്ഭവ ചരക്കുകൾ ഏകീകരിക്കാനും കൈമാറാനും കഴിയുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം മാറുന്നു. തുറമുഖത്തിന്റെ കണ്ടെയ്നർ ബെർത്തിന് 3100 മീറ്റർ നീളവും ഫിഷ്ലാൻഡ് ഹാർബറിലേക്ക് 140 മീറ്റർ നീളവും ഉണ്ടായിരിക്കും. ഇത് കാരണം സൗത്ത് ഇന്ത്യയിൽ അനേകം ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ തുറക്കുന്നു. വിദേശ നിക്ഷേപങ്ങൾക്ക് സാധ്യതയേറുന്നു. അതോടൊപ്പം ജോലി സാധ്യതകളും വർദ്ധിക്കുന്നു. ഇതെല്ലാമാണ് ഇതിന്റെ ഗുണവശങ്ങൾ. അപ്പൊ ചോദിക്കും, ദോഷമോ? എല്ലാ നാണയത്തിനും രണ്ടു വശമുണ്ട്. ഈ നാണയത്തിന്റെ മറുവശം ഞാൻ പറയുന്നില്ല. എന്നാൽ നാണയത്തിന്റെ ചില ഭാഗം പൊള്ളയാണ്. അതുകൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അധികം ഈ പോർട്ടിന്റെ പണികൾ നടന്നു കഴിഞ്ഞു. അധികം താമസിയാതെ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. 7,525 കോടി രൂപയുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് തുറമുഖത്തിന്റെ വികസനത്തിലുള്ള തൊഴിൽ കരാർ UDF നേതൃത്വം വഹിച്ചിരുന്ന കേരള സർക്കാരും ഗുജറാത്ത് ആസ്ഥാനമായ അദാനി ഗ്രൂപ്പും 2015 ഓഗസ്റ്റ് മാസത്തിൽ ഒപ്പുവെച്ച വാർത്തയാണിത്. 4 വർഷത്തെ നിർമ്മാണ കാലാവധി ഉൾപ്പെടെ 40 വർഷത്തേക്ക് തുറമുഖ നിർമ്മാണത്തിനും നടത്തിപ്പിനുമുള്ള ലൈസൻസ് നൽകുന്നതിനാണ് ധാരണാപത്രം. അദാനി ഗ്രൂപ്പിന് കരാർ നൽകിയതിൽ സുതാര്യതയില്ലെന്ന് ആരോപിച്ച് അന്നത്തെ LDF പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിച്ചു. എന്നാൽ BJP നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുത്തു. വിഴിഞ്ഞം പോർട്ടിന്റെ ഇപ്പോഴത്തെ ലഭ്യമായ കണക്കനുസരിച്ച് പറഞ്ഞാൽ, ഇത് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കണക്കാണ്. 8,493.44 കോടി വരുന്ന ആകെ ചെലവിന്റെ 28.9% മാത്രം AVPPL അഥവാ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് വഹിക്കുമ്പോൾ 61.5% കേരള സർക്കാരും 9.6% ഇന്ത്യൻ യൂണിയൻ സർക്കാരും വഹിക്കുന്നു. അതായത് 5,223.46 കോടി രൂപ LDF നേതൃത്വം നൽകുന്ന കേരള സർക്കാർ മുടക്കിയെന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ വെബ്സൈറ്റ് സാക്ഷിക്കുന്നു. ഇക്കാര്യം നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മാധ്യമങ്ങൾ മനസ്സിലാകുന്ന ഭാഷയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഈ പറഞ്ഞതിൽ എവിടെയാണ് പൊള്ളത്തരം, അല്ലേ? 2015 UDF നേതൃത്വം നൽകിയ കേരള സർക്കാർ ഉണ്ടാക്കിയ എഗ്രിമെന്റ് അനുസരിച്ച് ഈ കരാറിന്റെ ആയുസ് 2054 വരെയാണ്. ഇതിന്റെ ചെലവ് പങ്കിട്ട റേഷ്യോ പറഞ്ഞല്ലോ. എങ്ങനെയാണപ്പോ വരുമാനത്തിന്റെ കാര്യം? ഒന്ന് ഊഹിച്ചേ. 61.5% പണം നിക്ഷേപിക്കുന്ന കേരള സർക്കാരിന്റെ വരുമാനത്തിന്റെ അനുപാതം എത്രയായിരിക്കും? ഒരു 50% വരാതിരിക്കത്തില്ല, അല്ലേ? പക്ഷെ അവിടെയാണ് ഈ ട്വിസ്റ്റ്. സസ്പെൻസ് ഇട്ട് സമയം കളയുന്നില്ല. 15 വർഷം വരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. നയാ പൈസ തരികയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയാണ്. 16ാമത്തെ വർഷം 1% മുഴുവനായിട്ട് കേരള സർക്കാരിന് കിട്ടുമ്പോ പാവം അദാനിക്ക് കിട്ടുക വെറും 99% മാത്രം. അവിടം കൊണ്ടും കഴിയുന്നില്ല അദാനി ഗ്രൂപ്പിന് നേരിടാൻ പോകുന്ന കഷ്ടപ്പാടും ദുരിതവും. 17ാമത്തെ വർഷം 2% കേരള സർക്കാർ കൊണ്ടുപോകുമ്പോൾ അണ്ണന് വെറും 98% മാത്രം. അങ്ങനെ ഓരോ വർഷവും ഓരോ ശതമാനം വീതം കൂട്ടിക്കൂട്ടിയെടുക്കും. അങ്ങനെ 1 2 ആകും, 2 3 ആകും, 3 4 ആകും, 4 5 ആകും. ഒരുപാട് ചിന്തിച്ചങ്ങോട്ട് പോകാൻ വരട്ടെ. ഇത് 2024 2025 ആരംഭിച്ചു എന്നിരിക്കട്ടെ. ആദ്യ 15 വർഷം കേരള സർക്കാരിന്റെ വനവാസമാണ്. അപ്പോ എത്രയായി? 2025 15 2040. അപ്പൊ 2041 ഓരോ ശതമാനം വീതം വാങ്ങി കേരള സർക്കാർ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. എക്കണോമിക്സ് ടൈംസിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കൺസെഷൻ കരാർ അനുസരിച്ച് കേരള സർക്കാർ സ്വകാര്യ ഓപ്പറേറ്ററിൽ നിന്നും വരുമാന വിഹിതം 16ാമത്തെ വർഷം മുതൽ മാത്രമേ ശേഖരിക്കൂ. അത് സ്ഥാപനത്തിൽ നിന്നുള്ള മൊത്ത വരുമാനത്തിന്റെ 1% തുല്യമായിരിക്കും. സ്വകാര്യ ഓപ്പറേറ്ററിൽ നിന്ന് ഈടാക്കുന്ന പ്രീമിയം 40% എത്തുന്ന കാലം വരെ ഓരോ വർഷവും 1% വീതം വർദ്ധിക്കും. അതായത് 61.5% ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കേരള സർക്കാരിന് വർഷങ്ങൾക്ക് ശേഷവും മാക്സിമം കിട്ടുക 40%.
ഇനി ബാക്കി കേൾക്കാം. കേന്ദ്ര സർക്കാർ നൽകുന്ന VGF, അതായത് കേന്ദ്ര സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടാ. ഈ VGF പൂർണ്ണമായും തിരിച്ചടയ്ക്കുന്നത് വരെ സ്വകാര്യ ഓപ്പറേറ്ററിൽ നിന്ന് വരുന്ന ഈ വാർഷിക പ്രീമിയത്തിന്റെ 20% കേന്ദ്രവുമായി പങ്കിടാൻ കേരള സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും കേട്ടപ്പോ തന്നെ കുറച്ച് കിളികൾ പാറി. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ഈ അദാനിയും ഇന്ത്യക്കാരനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അതങ്ങനെ ഒരു ആശ്വാസം. അപ്പൊ എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, അങ്ങനെയാണെങ്കിൽ പിന്നീട് വന്ന ഈ LDF സർക്കാർ ഭരണമേറ്റപ്പോൾ എന്തിനാണ് ഇത് നടത്തിക്കൊടുത്തത് എന്ന്. ഓർക്കുക സുഹൃത്തുക്കളെ, ഒരു സർക്കാർ 40 വർഷത്തേക്ക് ഒരു കമ്പനിയോട് കരാർ ഉണ്ടാക്കുമ്പോൾ അത് തുടർന്നു വരുന്ന എല്ലാ സർക്കാരുകൾക്കും ബാധകമാണ്. കരാർ ലംഘനം ഉണ്ടായാൽ ചോദിക്കുന്ന നഷ്ടപരിഹാരം കെട്ടിവെക്കേണ്ടി വരില്ലേ? അതോടൊപ്പം ഈ നാടിനും അത്തരമൊരു വികസനം ആവശ്യമാണ് താനും. എന്തു തന്നെയായാലും നാടിന്റെ പുരോഗതിക്ക് മുതൽക്കൂട്ടാകുന്ന ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ ഇനിയും വരട്ടെ, നാട് വളരട്ടെ, സാധാരണക്കാർ ഉൾക്കൊള്ളുന്ന നാട്ടുകാർക്കും അതിന്റെ ഗുണമുണ്ടാകട്ടെ, അതോടൊപ്പം അഴിമതികൾ കുറയട്ടെ എന്ന് ആശിക്കുന്നു. അതിന് എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറാൻ നാട് ഭരിക്കുന്ന സർക്കാരിന് കഴിയട്ടെ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഈ പോർട്ടിനെ പറ്റി പറയാനുണ്ടെങ്കിലും പിന്നീട് ഒരു അവസരത്തിൽ അതൊക്കെ പറയാം എന്ന പ്രതീക്ഷയിൽ ഈ സ്ഥലത്തോട് വിട പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തൂ, വീഡിയോ ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.